ചടങ്ങിനില്ലെന്ന് പ്രഖ്യാപിച്ച CPM-നെ പ്രശംസിച്ചും നിലപാടെടുക്കാത്ത കോൺഗ്രസിനെ വിമർശിച്ചും സമസ്തയുടെ മുഖപത്രം സുപ്രഭാതം മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചു. വിവരങ്ങളുമായി നിതിൻ അംബുജനും ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി ദിലീപ് കുമാറും ചേരും. ബി ദിലീപ് കുമാർ, ഇതിൽ അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് ഒരു പ്രതിസന്ധിയിലായിരിക്കുകയാണ്. എന്ത് തീരുമാനമെടുക്കണം? അതിപ്പോൾ നേരത്തെ ശശി തരൂരിനോട് മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യം, ആ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ പോകുന്നുണ്ട്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാവാം. തൽക്കാലം ഈ ഘട്ടത്തിൽ അവിടേക്ക് പോയി കേരളത്തിലെ വോട്ട് നഷ്ടപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ നീക്കത്തിനില്ല എന്ന് പരോക്ഷമായി അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ലീഗൊക്കെ എടുക്കാൻ പോകുന്ന തീരുമാനം നിർണായകമായിരിക്കും. പള്ളി പൊളിച്ച മണ്ണിൽ കാൽ ചവിട്ടി നിൽക്കാൻ കോൺഗ്രസിന് കഴിയുമോ എന്ന സമസ്തയുടെ ചോദ്യം വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു ചോദ്യം തന്നെയായിരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ചല്ലേ? വിജയകുമാർ, കോൺഗ്രസിനെ സംബന്ധിച്ചിപ്പോൾ വല്ലാത്ത ഒരു ഊരാക്കുടുക്കിൽ ആണ് ഈ രാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് നിസ്സംശയം പറയേണ്ടി വരും. കാരണം കോൺഗ്രസ് നേതാക്കൾക്കാർക്കും, ദേശീയ നേതാക്കൾക്കോ സംസ്ഥാന നേതാക്കൾക്കോ ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ ഉത്തരം പറയാൻ കഴിയുന്നില്ല. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്ന് അവർ നിരന്തരം ഒഴിഞ്ഞു മാറുകയാണ്. 22-ാം തീയതി നിങ്ങൾ നോക്കിക്കൊള്ളൂ, അന്നാണ് ഈ അയോധ്യയിലെ രാമക്ഷേത്രം ഉദ്ഘാടനം, അതിൻ്റെ പ്രാൺ പ്രതിഷ്ഠ എന്ന് പറയുന്ന ആ ഉദ്ഘാടന ചടങ്ങ് നടക്കുക. അതിൽ 22-ാം തീയതി നിങ്ങൾ നോക്കിക്കൊള്ളൂ, അന്ന് കോൺഗ്രസിൻ്റെ നിലപാട് അറിയാം എന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറയുന്നത്. അതായത് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ഈ ചടങ്ങിന് പോകണം എന്ന നിലപാട് സ്വീകരിക്കുന്നവരാണ്. എന്നാൽ മറുവിഭാഗമാകട്ടെ ഇത് BJP അവരുടെ കരുത്തു കാട്ടാനുള്ള ഒരു ഷോയാണ്, അതുകൊണ്ട് അതിലേക്ക് കോൺഗ്രസ് നേതാക്കൾ പോകരുത് എന്ന നിലപാട് മറുവിഭാഗം നേതാക്കളും സ്വീകരിക്കുന്നുണ്ട്. കേരളത്തിലെ നേതാക്കളാകട്ടെ, കേരളത്തിൽ മുസ്ലിം ലീഗുമായിട്ട് വലിയ ബന്ധമാണ്, അല്ലെങ്കിൽ UDF-ലെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. അതുമാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നുണ്ട്, ന്യൂനപക്ഷങ്ങളെ അകറ്റുന്ന നിലപാട് സ്വീകരിക്കരുത്, അത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെ കേരളത്തിലെ നേതാക്കൾ ഇതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ ഹൈക്കമാൻഡ് ആകട്ടെ ഇക്കാര്യത്തിലൊരു നിലപാട് വ്യക്തമാക്കാത്ത ഒരു സ്ഥിതിയിലാണ് ഇപ്പോഴും അവർ നിലകൊള്ളുന്നത്. വിജയകുമാർ, ഇന്നലെ ഇതേ ചോദ്യം പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചപ്പോൾ അത് പാർട്ടിയുടെ ഡൽഹിയിലെ നേതാക്കൾ തീരുമാനിക്കും, ഏതായാലും ഞങ്ങൾ പോകുന്നില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞത്. അത്തരമൊരു മറുപടി പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടായിട്ടും സമസ്ത എടുത്തിരിക്കുന്ന നിലപാട് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് അതിലൊരു തീരുമാനം എടുക്കണം, ഇങ്ങനെ വലിച്ചു നീട്ടുന്നത് ശരിയല്ല എന്നതാണ്. അക്കാര്യത്തിൽ സീതാറാം യെച്ചൂരിയെ സോണിയാഗാന്ധി കണ്ടുപഠിക്കണമെന്ന് പറയുന്നു. കമൽനാഥിനെ പോലെ ഒക്കെയുള്ള ഉത്തരേന്ത്യൻ കോൺഗ്രസ് നേതാക്കളൊക്കെ ഇതിനോടകം ഈ രാമക്ഷേത്ര നിർമ്മാണത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളവരാണ്. ഒരു ഘട്ടത്തിൽ പ്രിയങ്ക ഗാന്ധി പോലും അതിനെ അനുകൂലിച്ച് ഒരു കുറിപ്പിട്ടത് വലിയ ചർച്ചയായതാണ്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ നടുമധ്യത്തിൽ ഇത്തരമൊരു വലിയ സംഭവം നടക്കുമ്പോൾ കോൺഗ്രസിന് തീരുമാനമെടുക്കാതിരിക്കാൻ കഴിയില്ല. എങ്ങനെയാണെങ്കിലും കോൺഗ്രസിൽ അത് വലിയ ചർച്ച നടത്തും, അകത്തും പുറത്തും എന്നത് ഉറപ്പാണല്ലേ? വിജയകുമാർ, അക്കാര്യത്തിൽ ഏതായാലും കോൺഗ്രസിൽ ഒരു വലിയ തർക്കം തന്നെ ഇപ്പോഴും നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു തീരുമാനം ഇവർ പങ്കെടുക്കണമെങ്കിലും അല്ലെങ്കിൽ അതല്ല വിട്ടുനിൽക്കണമെങ്കിലും അതിൽ പാർട്ടിയിൽ ഒരു ചർച്ച നടത്തേണ്ടതുണ്ട്. അത്തരമൊരു ചർച്ചകൾ ഏതായാലും വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെ കരുതാം. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. BJP-യെ സംബന്ധിച്ച് അവരുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നടപ്പാക്കി എന്നുള്ളതിൻ്റെ മറ്റൊരു ഉദാഹരണമായി അവർ ഈ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തെ ചൂണ്ടിക്കാട്ടും. ആ ഒരു അവകാശവാദവുമായിട്ടായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് BJP വീണ്ടും സമീപിക്കുക എന്നതും കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങൾ അവർ നടപ്പാക്കുമ്പോൾ ആ ഒരു വേദിയിൽ അവിടെ എന്തിന് കോൺഗ്രസ് നേതാക്കൾ ഉണ്ടാകണം എന്ന ചോദ്യമാണ് ഒരു വിഭാഗം നേതാക്കൾ ഈ കോൺഗ്രസിൽ തന്നെ ഉയർത്തുന്നത്. പക്ഷേ അവർക്കാർക്കും തന്നെ നിലപാട് പരസ്യമായി പ്രഖ്യാപിക്കാനോ കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ കൂട്ടായൊരു തീരുമാനം പ്രഖ്യാപിക്കാനോ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തുന്നു. ഇപ്പോൾ കേരളത്തിൽ തന്നെ സമസ്ത, ലീഗിനോട് അടുത്തു നിൽക്കുന്ന സമസ്ത തന്നെ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം അതിൻ്റെ മുഖപ്രസംഗത്തിൽ തന്നെ കടുത്ത ഭാഷയിൽ കോൺഗ്രസിനെ വിമർശിക്കുകയും ചെയ്യുന്നു. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇക്കാര്യത്തിൽ കാണിച്ച ആർജവവും സ്ഥൈര്യവും സോണിയാഗാന്ധിയിൽ നിന്നുണ്ടാകണം എന്ന പ്രതീക്ഷയാണുള്ളത് എന്നും ഈ മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട്. പള്ളി പൊളിച്ചെടുത്ത് കോൺഗ്രസ് കാലുകുത്തരുത് എന്ന തലക്കെട്ടിലാണ് സുപ്രഭാതം ഇന്ന് ഈ മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ കേരള നേതൃത്വം വലിയ സമ്മർദ്ദത്തിലാണ്. ദേശീയ നേതൃത്വത്തിലാകട്ടെ ഇതിനെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കണം എന്ന് അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും തമ്മിലുള്ള വലിയ തർക്കം കോൺഗ്രസിൽ അവശേഷിക്കുകയും ചെയ്യുന്നു. വിജയകുമാർ, നിതിൻ അംബുജൻ കൂടി ചേരുന്നു ഡൽഹിയിൽ നിന്ന്. നിതിൻ, KC വേണുഗോപാലിനോട് കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങളാണ് ഈ ചോദ്യം ഉന്നയിച്ചത്. അതിൽ കാത്തിരിക്കൂ, തീരുമാനം അറിയിക്കാം എന്നതിനപ്പുറത്തേക്ക്
എന്തെങ്കിലും ഒന്ന് പറയാൻ അദ്ദേഹവും തയ്യാറായില്ല. കാര്യങ്ങൾ സങ്കീർണമാണ് കേരളത്തിൽ എന്ന് KC വേണുഗോപാലിന് ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ അറിയുകയും ചെയ്യാം. എന്തായിരിക്കും കോൺഗ്രസിന് അകത്ത് നടക്കുന്ന ചർച്ചകളുടെ ഒരു പൊതു സ്വഭാവം? എന്തു തീരുമാനമെടുക്കാനാണ് ഇപ്പോഴത്തെ നിലയിൽ സാധ്യത? ബിജുകുമാർ, ജനുവരി 22 നടക്കുന്ന പ്രതിഷ്ഠാ ദിനത്തിൽ യഥാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്നത് കോൺഗ്രസ് ആണ്. കാരണം കോൺഗ്രസിന് ഇതുവരെ ഈ ഒരു വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം അടക്കം ദിഗ്വിജയ് സിംഗ് വ്യക്തമാക്കിയത് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഒരാൾ പങ്കെടുക്കും എന്ന് തന്നെയായിരുന്നു ദിഗ്വിജയ് സിംഗിന്റെ വാക്കിൽ നിന്ന് വ്യക്തമായൊരു കാര്യമുള്ളത്. രാജ്യത്തെ പ്രധാനപ്പെട്ട പാർട്ടികളുടെ നേതാക്കന്മാർക്കടക്കം ഈ പ്രതിഷ്ഠാ ദിനത്തിനുള്ള ഈ ഒരു പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരു ഇൻവിറ്റേഷൻ ലെറ്റർ കിട്ടിയിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ സീതാറാം യെച്ചൂരിയും മറ്റ് പാർട്ടികളടക്കം നിലപാടെടുത്തുകൊണ്ട് രംഗത്തുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി തൃണമൂൽ കോൺഗ്രസും ഈ ഒരു ക്ഷണം നിരസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ പങ്കാളിത്തം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മമതാ ബാനർജി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് ആണ് ഇതിൽ യഥാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്നത്. കാരണം ഈ അയോധ്യ ക്ഷേത്രത്തിന്റെ നിർമ്മാണ ഘട്ടത്തിലടക്കം കമൽനാഥ്, അശോക് ഗെഹ്ലോട്ട് ഉൾപ്പെടെയുള്ള നേതാക്കളടക്കം നിർമ്മാണത്തിനായി പിന്തുണയും അതോടൊപ്പം തന്നെ നിർമ്മാണത്തിനുള്ള സംഭാവനകളും നൽകിയിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിലിപ്പോൾ കോൺഗ്രസിന്റെ പങ്കാളിത്തം ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അങ്ങനെ അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനത്തിന് വിട്ടുനിന്നാൽ അത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംബന്ധിച്ചാണെങ്കിൽ വലിയ തരത്തിലുള്ളൊരു തിരിച്ചടി ഹിന്ദി ഹൃദയഭൂമിയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ ഒരു വിഭാഗം നേതാക്കളടക്കം അറിയിക്കുന്ന ഒരു കാര്യമുള്ളത്. പക്ഷേ കേരളത്തിലടക്കം ഇത്തരത്തിലൊരു തിരിച്ചടിയാകുമെന്നൊരു കാര്യം ഹൈക്കമാൻഡിന്റെ വലിയ തലവേദനയായി തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കൃത്യസമയത്ത് ഉത്തരം കിട്ടുമെന്നാണ് KC വേണുഗോപാൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഏത് തരത്തിലാകും ഈ ഒരു വിഷയത്തെ കോൺഗ്രസ് സമീപിക്കൂ എന്നത് ഇനിയുള്ള ദിവസങ്ങളടക്കം ചർച്ചയാകും. എന്തായാലും CPM അതോടൊപ്പം തൃണമൂൽ കോൺഗ്രസും എല്ലാം തന്നെ നിലപാട് വ്യക്തമാക്കി രംഗത്തുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു അയോധ്യ രാമക്ഷേത്രം അതൊരു തെരഞ്ഞെടുപ്പ് വിഷയമായി തന്നെ ഉയർത്തിക്കാട്ടുമെന്ന് വ്യക്തമാക്കിയിരുന്നു. അത് കൃത്യമായി തന്നെ അത് നടപ്പാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിനകത്ത് മാത്രമല്ല ഇന്ത്യ സഖ്യത്തിൽ പോലും അത് വിള്ളലുണ്ടാക്കാൻ കഴിയുമെന്നാണ് BJP കണക്കുകൂട്ടുന്നത്. അത്തരമൊരു ആശയക്കുഴപ്പം കോൺഗ്രസിൽ ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലും ചർച്ചകൾ നടക്കും. പക്ഷേ കൃത്യസമയത്ത് ഉത്തരം ലഭിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുമ്പോൾ അത് പങ്കെടുക്കുമോ ഇല്ലയോ എന്നത് ഇപ്പോൾ വ്യക്തമാക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കിൽ വ്യക്തമാകുന്നത്. എന്തായാലും ഒരു തീരുമാനമെടുക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് ഹൈക്കമാൻഡിന് കഴിയുന്നില്ല എന്നതാണ് ഒരു വസ്തുത. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടക്കുന്ന ഒരു പരിപാടിയിൽ എന്ത് നിലപാടെടുക്കണം എന്നതിൽ തീരുമാനം വൈകും എന്ന സൂചനയാണ് ഹൈക്കമാൻഡിൽ നിന്ന് ലഭിക്കുന്നത്. കേരളത്തിൽ അത് വലിയ ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. കേരള നേതാക്കൾ അക്കാര്യത്തിൽ നിശബ്ദത പാലിക്കുകയുമാണ്. ന്യൂസ് ഡെസ്കിൽ നിന്ന് ദിലീപ് കുമാറും ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജനുമാണ് വിവരങ്ങൾ നൽകിയത്.